നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. നമ്മൾ പണ്ട് കാലത്ത് നടന്നായിട്ട് കേട്ടിരിക്കുന്ന പല കഥകളിൽ ഒരു രാജാവിന് കൃത്യമായ ഉപദേശം കൊടുത്തുകൊണ്ട് ഒരു ഗുരു അല്ലെങ്കിൽ മന്ത്രി രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചായിട്ട് നമുക്ക് കാണാം. ഒരു ഉദാഹരണത്തിന് ചന്ദ്രഗുപ്തന്റെ കൂടെ ചാണക്യനുണ്ട്, അക്ബറിന്റെ കൂടെ ബീർബലുണ്ട്. കൃത്യമായ ഉപദേശം നൽകി ഇവർ രണ്ടുപേരും രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് കഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എപ്പോഴും ഒരു രാജാവിന്റെ കൂടെ ഒരു നല്ല മന്ത്രി അല്ലെങ്കിൽ ഒരു ഗുരു ഉണ്ട്? എന്താണ് ഇവരുടെ റോൾ എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും ഒരു വ്യക്തിയുടെ ഗുണം, അല്ലെങ്കിൽ ബജറ്റ് ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവായിരിക്കും ഒരു ഗുണം. ഇങ്ങനെ പല ഗുണങ്ങളുണ്ടാവും. ഒരു ഭരണാധികാരികൾക്ക് ഇത് പലപ്പോഴും ഇതൊക്കെ ആവശ്യമായി വരുന്ന ഗുണങ്ങളാണ്. ഇനി ഈ ആംഗിളിൽ അല്ലാണ്ട് നമുക്ക് വേറൊരു ആംഗിളിൽ ഗുണങ്ങളെ കാണാം. അതൊരു ആയുർവേദത്തിന്റെ ആംഗിളാണ്. ആയുർവേദത്തിൽ പറയുന്നു ഓരോ വ്യക്തിക്കും ഗുണങ്ങൾ പലതായിട്ടുണ്ട്. അതായത് സത്വ, രജസ്, തമസ്, 3 തരത്തിലുള്ള ഗുണങ്ങൾ ഏറ്റക്കുറച്ചിലോടുകൂടി എല്ലാ വ്യക്തികളിലും ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റക്കുറച്ചിലോടുകൂടി ഈ ഗുണങ്ങൾ ഉള്ളതായിട്ട് ആയുർവേദത്തിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എടുത്തു നോക്കാം. ഒരു രാജാവിന് വേണ്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രജോ ഗുണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഗ്രസീവ് മൈൻഡാണ്. രാജ്യത്തെ വളരെ വിശാലമായ ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു മനസ്സാണ് പലപ്പോഴും ഭരണാധികാരികൾക്ക് അഗ്രസീവായിട്ട് രാജാവിന് വേണ്ടുന്ന ഒരു മൈൻഡ്. കൂട്ടത്തിൽ പക്ഷേ ഈ മൈൻഡ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാം. അതുകൊണ്ട് കൂട്ടത്തിൽ നമുക്ക് ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ കൃത്യമായ ഉപദേശം കൊടുക്കാനായിട്ട് ഇവർ ഉള്ളതായിട്ട് കാണാം. ഈ ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് ഉള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സത്വഗുണമാണ്. അതായത് ക്ലാരിറ്റി ഓഫ് തിങ്കിങ് വളരെ നന്നായിരിക്കും, ഫോക്കസ് ഉണ്ടായിരിക്കും. രാജാവ് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഡയമെൻഷനിൽ ചിന്തിച്ചുകൊണ്ട് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ ഇവർ പ്രാപ്തരായിരിക്കും. ഇവരത് കൊടുക്കുകയും ചെയ്യും. രാജ്യത്തെ അബദ്ധത്തിൽ ചെന്ന് ചാടാതെ സഹായിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ടീമാണ് എപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി തമോ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലതാർജിക്കൽ ക്വാളിറ്റിയാണ് വരുന്നത്. നമുക്കൊരു ഡൾനെസ്, ലതാർജിക്കലായിട്ട് ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യക്കുറവ്, അങ്ങനെയൊക്കെ വരുന്നൊരു ക്വാളിറ്റിയാണ്. അത് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു മൈൻഡായിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു രാജ്യഭരണത്തിന് പറ്റുന്ന ഒരു കാര്യമല്ല. എന്തിനിവിടെ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഏത് ഗുണത്തിലാണ് നമ്മൾ ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള. അതായത് ഇത് ഒരു രജോ ഗുണത്തിൽ ആണോ സത്വഗുണത്തിലാണോ? രജോ ഗുണത്തിലാണെങ്കിൽ നമ്മുടെ ബിസിനസ് വളരെ അഗ്രസീവായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ കൂട്ടത്തിൽ നമുക്കൊരു സത്വ രീതിക്ക് ഇല്ല എങ്കിൽ, സ്ട്രാറ്റജിക്കൽ തിങ്കിങ് ഇല്ല, റിസ്ക് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. അപ്പം നമുക്കൊരു രജോ പ്ലസ് സത്വ ഗുണത്തിൽ വേണം നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ അനലൈസ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ ഗുണം എന്താണെന്ന് അനലൈസ് ചെയ്യുക. രജോ ഗുണമാണോ നിങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അനലൈസ് ചെയ്യുക. ആണെങ്കിൽ നിങ്ങൾക്ക് സത്വഗുണം കൂടിയ ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു നല്ല അഡ്വൈസർ വേണം. ഇനി അഥവാ നിങ്ങൾ സത്വഗുണം കൂടിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രജോ ഗുണം കൂടിയൊരു പാർട്ട്ണർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീം മെമ്പർ അങ്ങനത്തെ ഒരാൾ വേണം. അപ്പോൾ ഇവിടെ ഈ രജോ പ്ലസ് സത്വമാണ് നോർമലി ബിസിനസ്സിനെ, നല്ലൊരു കോമ്പിനേഷനാണ് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്നത്. ഇവിടെ നിങ്ങളത് നിങ്ങളുടെ ബിസിനസ്സിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ തമോ ഗുണത്തിലാണെങ്കിൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറിക്കൊണ്ട്, പല ഓഫീസുകളിലും നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു ഡൾ ഫീലിംഗ് ആണ്. ആരും ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനൊക്കെ ഉള്ളൊരു വിമുഖത കാണുന്നു. അപ്പം എൻ്റെ ഒരു ടീം അങ്ങനെയാണെങ്കിൽ ആ ഓഫീസ് എവിടെ പോകും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും? അപ്പം നിങ്ങളുടെ ഓഫീസ് ഒരു തമോ ഗുണത്തിലാണ് ഓൾറെഡി റൺ ചെയ്യുന്നതെങ്കിൽ അതിനെ രജോ സത്വത്തിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കുക, വളരെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ആംഗിളിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഓക്കെ, വിഷിംഗ് യു ഗ്രേറ്റ് സക്സസ്. താങ്ക് യു.